നമ്മുടെ ലൈഫ് ബോറടിക്കാതെ മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ ഒരു ഹോബി അത്യാവശ്യമാണ് അല്ലേ? അങ്ങനെ ഞാൻ കണ്ടെത്തിയ എൻ്റെ ഹോബി, അതിന് പിന്നിലെ സ്റ്റോറി, പ്രൊഡക്ട്സിൻ്റെ മേക്കിംഗ്, പിന്നെ പാക്കിംഗ്, ഇതെല്ലാമാണ് ഇന്നത്തെ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. സോ വെൽക്കം ടു ദ ക്വയറ്റ് ലൂപ്പ്. എൻ്റെ ക്രോഷേ ജേണി സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു വർഷം മുന്നെയാണ്. എല്ലാവരെയും പോലെ തന്നെ യൂട്യൂബ് നോക്കിയാണ് പഠിച്ചു തുടങ്ങിയത്. പിന്നെ ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട് പേഷ്യൻസ് ഉണ്ടാകാൻ പറ്റിയൊരു ഹോബിയാണിതെന്ന്. ബട്ട് ഇത് പഠിച്ചെടുക്കാൻ അത്യാവശ്യം പേഷ്യൻസ് ഉള്ളവർക്കേ പറ്റുള്ളൂ. ഒറ്റയ്ക്ക് പഠിച്ചെടുക്കാൻ ശ്രമിച്ചത് കൊണ്ട് തന്നെ എല്ലാ ബിഗിനേഴ്സിനും ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ എനിക്കും ഉണ്ടായിരുന്നു. സ്റ്റിച്ചിൻ്റെ ടെൻഷൻ കറക്റ്റ് ആവുന്നില്ല, സ്റ്റിച്ച് ചെയ്യുന്നത് യൂണിഫോം ആയിട്ടല്ല വരുന്നത്. അങ്ങനെയുള്ള പ്രശ്നങ്ങൾ കൊണ്ട് എനിക്ക് തോന്നുന്നു ഞാൻ ആദ്യം പഠിച്ചതിന് ശേഷം ഈ ആണും ഹുക്കൊക്കെ മാറ്റിയിട്ടിരിക്കുന്നു, എന്നെക്കൊണ്ട് വർക്കാവില്ല എന്ന് വിചാരിച്ച്. പിന്നെ എപ്പോഴോ ഒന്നുകൂടെ ട്രൈ ചെയ്തതിനിപ്പം അത് മെല്ലെ ശരിയായി വരുന്നുണ്ട്. പിന്നെ അതെങ്ങനെ ചെയ്ത് പ്രാക്ടീസ് ചെയ്തെടുത്താണ്. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ബിഗിനേഴ്സിന് പറ്റുന്ന അതേ മിസ്റ്റേക്കിനാണ് എനിക്കും പറ്റിയത്. ബിഗിനേഴ്സ് ഒരിക്കലും സ്റ്റിച്ചിൻ്റെ കൗണ്ട് മെയിൻറ്റെയിൻ ചെയ്യില്ല, അല്ലെങ്കിൽ സ്റ്റിച്ച് കൗണ്ട് നമ്പർ ചെയ്ത് അല്ലെങ്കിൽ എണ്ണിയല്ല ചെയ്യുക. നമുക്കൊരു പാറ്റേൺ നോക്കും, അതിലുള്ള സ്റ്റിച്ച് എങ്ങനെയാണോ അതുപോലെ അങ്ങനെ ചെയ്തു പോവുക ചെയ്യുന്നത്. അപ്പോൾ ഒരിക്കലും അതിൻ്റെ ഫിനിഷിങ്ങോ അതിൻ്റെ നീറ്റ്നെസ്സോ നമുക്ക് കിട്ടില്ല. അപ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് കാര്യമാണ് സ്റ്റിച്ച് കൗണ്ട്. ഓരോ റോയ്ക്കും ഇത്ര സ്റ്റിച്ച് കൗണ്ട് ഉണ്ട്, അല്ലെങ്കിൽ അത് ഫിനിഷ് ചെയ്യുമ്പോൾ ഇത്ര നമ്പർ ഓഫ് സ്റ്റിച്ചസ് അതിൽ വേണം, അങ്ങനെ നിർബന്ധമുണ്ട്. എന്നാൽ മാത്രമാണ് നമ്മൾ ഫോളോ ചെയ്യുന്ന പാറ്റേൺ പോലുള്ള പ്രൊഡക്ട്സ് ഉണ്ടാക്കിയെടുക്കാൻ നമ്മളെ കൊണ്ട് പറ്റുള്ളൂ. പഠിക്കുന്നത് ഏറ്റവും ബെസ്റ്റ് ടീച്ചറിനെ അണ്ടറിലായിരിക്കണം എന്ന് എനിക്ക് നിർബന്ധം ഉണ്ടായിരുന്നു. അങ്ങനെയാണ് ഞാൻ ക്രോഷ് മാമൻ്റെ വർക്ക്ഷോപ്പിൽ ജോയിൻ ചെയ്യുന്നത്. ഞാൻ ക്രോഷേ എന്നുള്ള വാക്ക് കേട്ട് തുടങ്ങിയ കാലം തൊട്ട് കാണുന്നതാണ് ഇവരുടെ വീഡിയോസ്. അത്രയും പെർഫെക്ഷൻ, അത്രയും നീറ്റ്നെസ് ഉള്ള പ്രൊഡക്ട്സാണ് അത്. അപ്പോൾ എനിക്ക് അവിടെ നിന്ന് തന്നെ പഠിക്കണം എന്ന് നല്ല നിർബന്ധം ഉണ്ടായിരുന്നു. അങ്ങനെ ഇതൊരു 2 weeks കോഴ്സായിരുന്നു. ബേസിക് സ്റ്റിച്ചസ് മുതൽ അഡ്വാൻസ് ലെവൽ വരെ അവിടെ ക്ലാസ് പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഓരോ ദിവസവും ക്ലാസ് ഉണ്ടാവും. നമുക്ക് വീട്ടിൽ നമ്മുടെ കംഫർട്ടിലിരുന്നിട്ട് നമുക്ക് ചെയ്യാം. ഡെയിലി 1 മണിക്കൂറിനുള്ളിലൊക്കെ തീർക്കാവുന്ന ക്ലാസ്സസേ ഉണ്ടാവുള്ളൂ. നമ്മൾ ഓരോ ദിവസവും കാണുന്ന വീഡിയോ നമ്മളത് ട്രൈ ചെയ്തിട്ട് അന്ന് മാമിന് അയച്ചു കൊടുക്കണം. മാം അത് റിവ്യൂ ചെയ്തിട്ട് നമ്മളോട് മിസ്റ്റേക്സ് ഉണ്ടെങ്കിൽ പറയും. അങ്ങനെ മാമിൻ്റെ റിവ്യൂസ് കേട്ട് തുടങ്ങിക്കഴിഞ്ഞപ്പം എനിക്ക് തന്നെ ഒരു കോൺഫിഡൻസ് ആയി. ഓക്കെ, ഇതെനിക്ക് നന്നായി ചെയ്യാൻ കഴിയുന്നുണ്ട്, എനിക്കിത് വർക്കായി വരുന്നുണ്ടെന്നൊക്കെ. അങ്ങനെ പിന്നെ ഞാൻ എല്ലാ പ്ലാറ്റ്ഫോംസിലും, അതായത് ഇൻസ്റ്റഗ്രാം, ഫേസ്ബുക്ക്, യൂട്യൂബിലൊക്കെ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തു. ക്ലാസ്സിൽ ചെയ്യുന്ന ഓരോ പ്രൊജക്ട്സ് വെറുതെ വീഡിയോസ് ആക്കിയിട്ട് അതിൽ അപ്ലോഡ് ചെയ്തുകൊണ്ടിരുന്നു. അങ്ങനെ 2 weeks ക്ലാസ് കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ടിപ്പം ഞാൻ എൻ്റെ സ്വന്തമായിട്ടുള്ള രീതിയിൽ പ്രൊഡക്ട്സ് ചെയ്തിട്ട് തുടങ്ങി. എനിക്ക് ചെയ്യാൻ ഇഷ്ടമുള്ള കുറേ പ്രൊജക്ട്സ് ഞാൻ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ പാറ്റേൺസൊക്കെ എങ്ങനെയെങ്കിലുമൊക്കെ കണ്ടുപിടിച്ചിട്ട് അതിങ്ങനെ ഓരോന്ന് ചെയ്തു തുടങ്ങി. അപ്പം എൻ്റെ ഫസ്റ്റ് തോട്ട് ഇതായിരുന്നു, അതായത് ഞാൻ തന്നെ ഒരു പ്രോഡക്റ്റ് ഡിസൈൻ ചെയ്ത് ഇറക്കണം എന്ന്. പക്ഷെ ഒരു ബിഗിനറായ എനിക്ക് ഒരിക്കലും അത് നടക്കുന്ന കാര്യമല്ല. കാരണം കുറേ നാളത്തെ എക്സ്പേർട്ടും കുറേ പാറ്റേൺസ് ട്രൈ ചെയ്ത് ഇരിക്കുന്ന ആൾക്കാർക്കാണ് അങ്ങനെ പറ്റുക. അങ്ങനെ ഞാൻ മാമിനോട് ഡിസ്കസ് ചെയ്തു. അപ്പം മാം പറഞ്ഞു, നീ കുറേ പാറ്റേൺസ് ട്രൈ ചെയ്ത് നോക്ക്, കുറേ പാറ്റേൺസ് ചെയ്തു നോക്ക്. അങ്ങനെ മെല്ലെ നമ്മളതിൽ മോഡിഫിക്കേഷൻസ് ഒക്കെ വരുത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഇതൊക്കെ എങ്ങനെയൊക്കെയാണ് പോകുന്നത്, നമുക്ക് എങ്ങനെയാണ് ഒരു ഷേപ്പ് ഉണ്ടാക്കാൻ കഴിയുന്നത്. അങ്ങനെ നമുക്ക് ഫ്യൂച്ചറിൽ ഇതുപോലെ നിനക്ക് ഇഷ്ടമുള്ള പോലെ ഒരു പാറ്റേൺ ഉണ്ടാക്കിയെടുക്കാനൊക്കെ കഴിയും എന്ന് പറഞ്ഞു. പിന്നെ പാറ്റേൺ ഡിസൈൻ ചെയ്യുന്ന മോഹങ്ങളൊക്കെ അവിടെ വെച്ചിട്ട് ഓൾറെഡി അവൈലബിൾ ആയിട്ടുള്ള പാറ്റേൺസിൽ ട്രൈ ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ട്രൈ ചെയ്തിരുന്ന പാറ്റേൺസൊക്കെ ഓർഡറായിട്ട് പോയി. അങ്ങനെ ഒരു ദിവസം ഒരു കസ്റ്റമർ വന്നു. അവർക്ക് കസ്റ്റമൈസ്ഡ് ഓർഡർ ആയിരുന്നു. ഞാൻ അയച്ചു കൊടുത്തിരിക്കുന്ന ഒരു ഇമേജിൽ നിന്ന് അത് ബണ്ണീൻ്റെ ഷോർട്ട് ഇയേഴ്സ് ഉള്ള ബണ്ണിയായിരുന്നു, അത് ലോങ് ഇയേഴ്സ് ആക്കി മാറ്റണം. അതെങ്ങനെ ലോങ് ഇയേഴ്സ് ആക്കി മാറ്റും എനിക്കറിയില്ല. അപ്പോൾ പിന്നെ ഞാൻ ഓൾറെഡി അവൈലബിൾ ആയിട്ടുള്ള പാറ്റേൺ ഉണ്ടല്ലോ, ഞാൻ അതിൽ ചെറിയ വേരിയേഷൻ എടുത്ത് ചില റൗണ്ട്സിൽ വെറുതെ സിംഗിൾ ക്രോഷേ മാത്രം ചെയ്തിട്ട് ട്രൈ ചെയ്ത് നോക്കി. പക്ഷെ ഒരു വൃത്തിയില്ല ചെയ്യുന്നത് കാണാൻ. അങ്ങനെ ഞാൻ ChatGPT നോക്കി. ChatGPT പറഞ്ഞു തന്ന പാറ്റേണിലും ചെറിയ വേരിയേഷൻസ് വരുത്തിയിട്ട് ഞാനതിനെ ലോങ് ഇയേഴ്സ് ആക്കി മാറ്റിയെടുത്തു. അപ്പോൾ പിന്നെ എനിക്ക് കോൺഫിഡൻസ് ആയി. ഓക്കെ, ഇങ്ങനെ ഓരോ പാറ്റേൺസ് ട്രൈ ചെയ്ത് നോക്കുക, നമുക്ക് പറ്റുന്ന രീതിയിലുള്ള മോഡിഫിക്കേഷൻസ് അതിൽ വരുത്തുക. അപ്പോൾ നമുക്ക് ഇവഞ്ച്വലി ഒരു ഡിസൈനിങ് എന്നുള്ള ഒരു ലെവലിലേക്ക് എത്തിച്ചേരാൻ പറ്റും. ആ വർക്ക്ഷോപ്പിലെ ബിഗ്ഗസ്റ്റ് ടേക്ക് അവേ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് അത്രയും ഫിനിഷിംഗ് ഉള്ള പ്രോഡക്ട്സ് കിട്ടണമെങ്കിൽ നമ്മൾ എല്ലാ സമയത്തും ശ്രദ്ധിക്കണം. അതായത് ഇപ്പോൾ ഒരു അമിഗുരുമീൻ്റെ ബണ്ണി ചെയ്യാണ്, അപ്പോൾ ആ ബണ്ണീൻ്റെ പാർട്സ് ഉണ്ടാക്കുമ്പോഴും ബോഡി പാർട്സ് ഉണ്ടാക്കുന്ന സമയത്ത്, അതുപോലെ അതിൻ്റെ ജോയിനിങ്ങിൽ, അതിൻ്റെ ഐയിൽ നമ്മൾ വർക്ക് ചെയ്യുന്നത്, ഇതെല്ലാം നന്നായി ശ്രദ്ധിച്ചാൽ മാത്രമേ അത്ര ഫിനിഷിംഗ് ഉള്ള പ്രോഡക്ട്സ് നമുക്ക് ചെയ്തെടുക്കാൻ കഴിയുള്ളൂ.
പിന്നെ എൻ്റെ അഭിപ്രായത്തിൽ ബോഡി പാർട്സ് പാറ്റേൺസ് ഉണ്ടെങ്കിൽ നമുക്ക് എപ്പോൾ വേണമെങ്കിലും ചെയ്തെടുക്കാം. അത് നമ്മൾ കുറച്ച് ടയേർഡാണെങ്കിലും പാറ്റേൺ ഉള്ളതുകൊണ്ട് ചെയ്തെടുക്കുന്നതിന് ബുദ്ധിമുട്ടുണ്ടാവില്ല. പക്ഷേ ജോയിനിങ് സമയത്ത് അത് നമ്മൾ നന്നായി ശ്രദ്ധിക്കണം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ജോയിനിങ് സമയത്താണ് ഏറ്റവും കൂടുതൽ അറ്റൻഷൻ വേണ്ടത്, ഏറ്റവും കൂടുതൽ കോൺസെൻട്രേഷൻ വേണ്ടത്. കാരണം നമ്മൾ ജോയിൻ ചെയ്തെടുത്ത് കഴിയുമ്പോഴാണ് ആ പ്രൊഡക്റ്റ് ഒരു ഫിനിഷിങ് ലെവലിലേക്ക് എത്തുന്നത്. ആ ജോയിനിങ്ങിൽ എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ അവിടെ നമ്മൾ ഇത്രയും ചെയ്ത വർക്ക് കംപ്ലീറ്റ്ലി വേസ്റ്റായി. ഇനി ഞാൻ റീസെൻ്റ്ലി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വർക്ക് കാണിച്ചു തരാം. ഒരു പിങ്ക് ആൻഡ് ഓഫ് വൈറ്റ് തീമിൽ വരുന്ന ബേബി ഗേളിൻ്റെ ഹാമ്പറായിരുന്നു ഓർഡർ. കോട്ടൺ ഫോപ്ലൈ ആണ്, ബേബി സേഫ് ആയിട്ടുള്ള യാൺ വെച്ചിട്ട് തന്നെയാണ് ഫുൾ ചെയ്തിരിക്കുന്നത്. ഒരു 6 to 12 months വരുന്ന ബേബി ഫ്രോക്ക്, ഒരു ഫ്ലവർ ഹെഡ് ബാൻഡ്, പിന്നെ ഒരു ഫ്ലവർ റാറ്റിലും ഒരു സ്ലീപ്പിംഗ് ബണ്ണി, ഇത്രയായിരുന്നു ഓർഡർ. പിന്നെ നിങ്ങൾക്ക് കാണാം ഞാൻ ബണ്ണീൻ്റെ ഇയേഴ്സ് ജോയിൻ ചെയ്യുന്നത്. ഇയേഴ്സിൻ്റെ പൊസിഷൻസ് റീച്ചൊക്കെ ചെയ്ത് കറക്റ്റ് പൊസിഷൻസ് ആക്കിയെന്ന് മനസ്സിലാക്കിയതിന് ശേഷം ബോൾ പിൻ വെച്ചിട്ട് സെക്യൂർ ചെയ്യാം. അതിനുശേഷം നീഡിലെടുത്തിട്ട് നമുക്ക് തുന്നിയെടുക്കാം. തുന്നിയെടുക്കുമ്പോഴും നല്ല നീറ്റായിട്ടാണ് തുന്നിയെടുക്കണം. അത് കഴിഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാം, യാണ് ഹൈഡ് ചെയ്തിട്ട് കട്ട് ചെയ്ത് മാറ്റാം. അങ്ങനെ 2 ഇയേഴ്സും ചെയ്ത് കഴിഞ്ഞു. ഇനി ബാക്കിയുള്ളത് ഫേസിലെ ഡീറ്റെയിലിംഗ് ആണ്. അപ്പോൾ ബേബീസിൻ്റെ പ്രൊഡക്റ്റിന് സേഫ്റ്റി ഐസ് യൂസ് ചെയ്യാം. പക്ഷേ എനിക്കെപ്പോഴും എംബ്രോയ്ഡറി ചെയ്തിട്ട് ഐസ് ചെയ്യുന്നതാണ് ഇഷ്ടം. കുറച്ചും കൂടി ബേബി സേഫായിട്ട് ഇരുന്നോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ കോട്ടൻ്റെ ഫോപ്ലൈ ആണ് ഉപയോഗിച്ചിട്ടുള്ളത്. അത് ഫോപ്ലൈ ആയതുകൊണ്ട് തന്നെ 4 സ്റ്റാൻഡ്സ് ഉണ്ടാവും. അതിൽ ഒരു സ്റ്റാൻഡ് മാത്രം വെച്ചിട്ടാണ് ഞാൻ ഐ എംബ്രോയ്ഡറി ചെയ്യുന്നത്. എനിക്ക് ആ എസ്തെറ്റിക്സ്, ആ ബണ്ണിൻ്റെ എസ്തെറ്റിക്സിന് വളരെ ഡെലിക്കേറ്റ് ആയിട്ടുള്ള ഐലാഷസാണ് ചേരുന്നതെന്ന് തോന്നി. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ 1 സ്റ്റാൻഡ് ഉപയോഗിച്ചിട്ട് ഐസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കാണാം ഞാനതിൻ്റെ പൊസിഷൻസൊക്കെ ആദ്യം ഹെഡിൻ്റെ സെൻറ്റർ മാർക്ക് ചെയ്യണം. അതിനുശേഷം ഐലാഷസ് വരുന്ന പൊസിഷൻസൊക്കെ പിൻസ് വെച്ചിട്ട് കുത്തി വെച്ചിട്ടുണ്ട്. അതിനുശേഷമാണ് യാണ് ഒരു സൈഡിൽ കൂടെ കയറ്റി എന്നിട്ട് കറക്റ്റായിട്ട് ഐലാഷസ് ചെയ്തെടുക്കുന്നത്. ഇത് ഒരു തവണ ചെയ്യുമ്പോൾ കറക്റ്റായി വരണമെന്നില്ല. അപ്പം നമുക്ക് എന്ത് ചെയ്യണം, അത് അഴിച്ചിട്ട് ഒന്നും കൂടെ ചെയ്യുക. അതായത് നമ്മൾ ഒരിക്കലും പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന വർക്കല്ല ക്രോഷേ. അതിൻ്റെ പെർഫെക്ഷന് സമയമെടുക്കും. നമ്മൾ ഫസ്റ്റ് തന്നെ ചെയ്യുന്നത് കറക്റ്റായി വരണമെന്നില്ല. അപ്പോൾ അത് ഒന്നുകൂടെ അഴിച്ച് ചെയ്യാനുള്ള മനസ്സുണ്ടെങ്കിൽ നമുക്ക് നല്ല ഫിനിഷിംഗ് ഉള്ള പ്രൊഡക്ട്സ് ചെയ്തെടുക്കാൻ കഴിയുമെന്നാണ് എൻ്റെ വിശ്വാസം. അങ്ങനെ ഐസിൻ്റെ പ്ലേസ്മെൻറ്റ് കറക്റ്റായെന്ന് എനിക്ക് മനസ്സിലായി. അപ്പം ഞാനിനി യാണ് കട്ട് ചെയ്ത് മാറ്റാനുള്ള ശ്രമത്തിലാണ്. എല്ലാ ബോൾ പിൻസും അഴിച്ച് മാറ്റിയിട്ട് യാണ് നമ്മൾ ഉള്ളിലേക്ക് എടുത്ത അതേ പൊസിഷനിൽ കൂടെ തന്നെ യാണിനെ എക്സിറ്റ് എടുക്കാം. അതിനുശേഷം ഒരു നോട്ട് ഇട്ടിട്ട് നമുക്കത് കട്ട് ചെയ്ത് മാറ്റാം. അങ്ങനെ യാണ് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ചെയ്യേണ്ടത് ബാക്കി വരുന്ന യാണിൻ്റെ ടെയിലിനെ ഹൈഡ് ചെയ്യലാണ്. നമ്മൾ നേരത്തെ തുന്നാൻ ഉപയോഗിച്ച സൂചീൻ്റെ അട്ട ഉപയോഗിച്ചിട്ട് അത് ഉള്ളിലേക്ക് കുത്തി കൊടുക്കുക. അങ്ങനെ കുത്തി കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ അതിലൂടെ വർക്ക് ചെയ്തു എന്ന് പോലും മനസ്സിലാവാത്ത രീതിയിൽ നമുക്ക് അതിനെ നീറ്റാക്കി വെക്കാൻ പറ്റും. ഇനി നമുക്ക് ചെയ്യാനുള്ളത് ബണ്ണിൻ്റെ നോസ് എംബ്രോയ്ഡറി ചെയ്യുക എന്നുള്ളതാണ്. നമ്മൾ ഐലാഷസ് ചെയ്തതിൻ്റെ തൊട്ട് താഴെയുള്ള റോയിലാണ് നമ്മൾ നോസ് ചെയ്യുന്നത്. നോസ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത് കോട്ടൺ ഫോപ്ലൈൻ്റെ പിങ്ക് കളർ യാൺ തന്നെയാണ്. അപ്പോൾ നോസ് ഒരു തിക്കായിട്ടിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ആ 4 സ്ട്രാൻഡ്സും ഒരുമിച്ചിട്ട് തന്നെയാണ് ചെയ്യുന്നത്. നമ്മുടെ നീഡിലേക്ക് യാണിനെ കയറ്റി ഇനി നമുക്ക് ചെയ്യാനുള്ളത് നമുക്ക് നോസ് എന്ത് ചെയ്യുക, തുന്നിയെടുക്കുക. ഇനി നമുക്ക് ആവശ്യമുള്ള അത്ര തിക്നെസ്സുള്ള നോസ് കിട്ടുന്നത് വരെ സെയിം സ്റ്റിച്ചിൽ കൂടെ റിപ്പീറ്റഡ് ആയിട്ട് യാണിനെ കയറ്റിയെടുക്കാം. അത് കഴിഞ്ഞ് നമ്മുടെ തിക്നെസ് ഓക്കെയാണ്, കറക്റ്റാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ പിന്നെ യാണിനെ നമുക്ക് ഹൈഡ് ചെയ്ത് മാറ്റണം. അതിന് നമ്മൾ എൻ്റർ ചെയ്ത അതേ പൊസിഷനിൽ കൂടെ തന്നെ എക്സിറ്റ് ചെയ്തിട്ട് നമുക്ക് നോട്ട് ഇട്ടിട്ട് യാണിനെ ഹൈഡ് ചെയ്തെടുക്കാം. അങ്ങനെ പ്രൊഡക്ട്സിൻ്റെ മേക്കിംഗ് എല്ലാം കഴിഞ്ഞു. നമുക്കതിനി പാക്ക് ചെയ്യാം. പാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ട്രാൻസ്പെറൻറ്റ് ബോക്സ് ഞാൻ ആമസോണിൽ നിന്ന് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതൊരു ഗിഫ്റ്റ് ഹാമ്പർ ആയിരുന്നു. അതുകൊണ്ട് തന്നെ ട്രാൻസ്പെറൻ്റ് ആയിട്ട് ഉള്ള കവറാണ് ഞാൻ ഇതിന് വേണ്ടിയിട്ട് വാങ്ങിയത്. അപ്പോൾ നമുക്കിനി ഫ്രോക്കിന് ഫോൾഡ് ചെയ്തെടുക്കാം. അതിനുശേഷം റാറ്റിലും നമ്മുടെ ബണ്ണീനെയും അതുപോലെ ഹെഡ് ബാൻഡിനെയും ഓരോന്നായിട്ട് നമുക്ക് ഹാമ്പർ ബോക്സിലേക്ക് വെച്ച് കൊടുക്കാം. ഞാൻ എൻ്റെ ക്രോഷ്യ പ്രൊഡക്ട്സിൻ്റെ സെല്ലിങ് തുടങ്ങിയിട്ട് 2-3 മാസങ്ങളായിട്ടേ ഉള്ളെങ്കിലും എനിക്ക് അതിലൂടെ ഒരുപാട് കസ്റ്റമേഴ്സിനെ കിട്ടി. ഈ കസ്റ്റമേഴ്സിനേക്കാളും അപ്പുറത്തേക്ക് നല്ല നല്ല കണക്ഷൻസാണ് എനിക്ക് കണ്ടെത്താൻ കഴിഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെ ഉണ്ടായിരുന്നു ഇങ്ങനത്തെ ഹാമ്പർ. ഇതെൻ്റെ ഫസ്റ്റ് യൂട്യൂബ് വീഡിയോ ആയിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു എൻ്റെ സ്റ്റോറി എന്താണ്, അതുപോലെ ഞാൻ ചെയ്യുന്ന പ്രൊഡക്ട്സ് കുറച്ച് കാണിക്കാം, അതിലെ പാക്കിങ്ങും കാണിക്കാം.
അപ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു ഇന്നത്തെ വീഡിയോ? നിങ്ങൾക്ക് ഇഷ്ടമായില്ലയോ എന്ന് പറയട്ടോ. അതുപോലെ എന്ത് തരത്തിലുള്ള വീഡിയോസാണ് നിങ്ങൾക്ക് കാണേണ്ടത് എന്നോട് പറയട്ടോ. ട്യൂട്ടോറിയൽ വീഡിയോസ് ആണോ, അതുപോലെ ഇതുപോലെ മേക്കിംഗ് പാക്കിംഗ് പോലത്തെ വീഡിയോസാണോ, വ്ളോഗ് ടൈപ്പിലുള്ള വീഡിയോസാണോ എന്നുകൂടി പറയട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്